So, good afternoon. Rest portion of the determination of phenol coefficient. Here, the phenol coefficient of the disinfectant is calculated by dividing the dilution of the test disinfectant by the dilution of the phenol. ഇവിടെ നമ്മൾ ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ഡയലൂഷനും അതുപോലെ തന്നെ ഫീനോൾ ഡയലൂഷനും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ, അതാണ് ഫീനോൾ കോഎഫിഷ്യന്റ് under predetermined condition. So here phenol coefficient can be calculated. First method we are using here is Rediel-Walker method. In this, phenol is diluted from 1:400 to 1:800. ഇത്രയും റേഞ്ചിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. The test disinfectant is also diluted 1:95 to 1:150. Their bactericidal activity, it can be determined against Salmonella typhi suspension. And okay, so the dilution of the disinfectant, okay, the subculture. So we are using the bactericidal activity can be determined against Salmonella typhi suspension. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സാൽമോണല്ല ടൈഫിയുടെ സസ്പെൻഷൻ ആണ്. ആൻഡ് ഇത് സസ്പെൻഷൻ ടെസ്റ്റ് ആയതുകൊണ്ട് ഡിസിൻഫെക്റ്റന്റിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ സബ്കൾച്ചർ ആണ് ചെയ്യാറ്. സോ സബ്കൾച്ചറിങ് ക്യാൻ ബി പെർഫോം ഫ്രം ബോത്ത് ദ ഫിനോൾ ആസ് വെൽ ആസ് ഫ്രം അവർ ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് അറ്റ് എൻ ഇന്റർവൽ ഓഫ് 2.5, 5, 7.5 ആൻഡ് 10 minutes. ഇങ്ങനെ 4 ഇന്റർവൽ ആയിട്ടാണ് നമ്മൾ സബ്കൾച്ചർ ചെയ്യുന്നത്. And the plates we are incubating it for 48 to 72 hours at 37 degrees Celsius. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് the dilution of the disinfectant, we are dividing test disinfectant, we are dividing it with dilution of the phenol. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്ത് phenol coefficient. So this is the tabular column to determine the phenol coefficient. അപ്പോൾ ഓരോ ഡയലൂഷനും കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ഫീനോൾ 1:400, 1:500, 600, 700, 800 ഫീനോളിന്റെ ഡയലൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 2.5 minutesൽ നോ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. 400 ഡയലൂഷൻ, പിന്നെ ഡയലൂഷൻ കൂട്ടുമ്പോൾ അത് ഗ്രോത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്ത 5 minutes ആകുമ്പോൾ നോ ഗ്രോത്ത് പിന്നെയും വരുന്നുണ്ട്. അങ്ങനെ ഓരോ ടൈമിലുള്ള, അതായത് സബ് കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രോത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്, ആ ബേസിലാണ് നമ്മൾ ടാബുലർ കോളത്തിൽ റിസൾട്ട്സ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ 7.5 minutesൽ ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് നോ ഗ്രോത്ത് കാണിച്ചത് 1:600 ഡയലൂഷനിലാണ്. അവിടുന്ന് അങ്ങോട്ടാണ് നോ ഗ്രോത്ത് വന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് 1:600ലാണ് നോ ഗ്രോത്ത് വന്നത്. എന്നാൽ ഫീനോൾ ആണെങ്കിലോ ഈ 7.5 minutesൽ ഏത് കോൺസെൻട്രേഷനിലാണ് നോ ഗ്രോത്ത് വന്നത്? 1:100. അപ്പോൾ ഈ രണ്ട് എന്താ പറയുക വാല്യൂസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് 1:600ന്റെ 600 ബൈ 1:100ന്റെ 100. അപ്പോൾ ടോട്ടൽ ആൻസർ എന്താ നമുക്ക് വരുന്നത്? 6. ഇവിടെ ഫിനോൾ കോഎഫിഷ്യന്റ് ഈസ് 6. ദാറ്റ് മീൻസ് ദ റിസൾട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ക്യാൻ ബി ഡൈലൂട്ടഡ് 6 times as the phenol. Still it possesses equivalent killing power for the test organism. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് Rediel-Walker ടെസ്റ്റ്. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? നോ ഓർഗാനിക് മാറ്റർ ഈസ് ഇൻക്ലൂഡഡ്. എന്തെങ്കിലും ഒരു ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ ടെസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല റിസൾട്ട്സ്. ദെൻ മൈക്രോ ഓർഗാനിസം സാൽമോണല്ല ടൈഫി മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. വേറെ ഓർഗാനിസംസ് ആണ് കൂടുതൽ ബെസ്റ്റ്. ഈസ് നോട്ട് മച്ച് അപ്രോപ്രിയേറ്റ്. Then time allowed for the disinfection is very short. Short time interval ഉള്ളൂ disinfection. ലോങ് അല്ല, കാരണം 2.5 കഴിഞ്ഞ് പിന്നെ അടുത്ത 5 പിന്നെ 7.5. അപ്പോൾ വെരി ഷോർട്ട് ടൈം ഇന്റർവൽ ആണ്. Then another disadvantage is it is used to evaluate only phenolic type disinfectants. Phenolic type disinfectants മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുന്നു. So in order, an alternative for this method is Chick-Martin test. This test determines the phenol coefficient of the test disinfectant. അപ്പോൾ ഇവിടെ phenol coefficient of the test disinfectant can be determined. Unlike Rediel-Walker method, സാധാരണ Rediel-Walker method ടെസ്റ്റ് ക്യാരി ചെയ്തത് വാട്ടറിലാണ്. Here
the disinfectants are made to act in the presence of yeast suspension. അതായത് ഡിസിൻഫെക്റ്റൻസ് റിഡിയൽ വാക്കറിലാണെങ്കിൽ നമ്മൾ വാട്ടറിലാണ് മിക്സ് ചെയ്തത്. Here we are made to act in the presence of yeast suspension or 3% dried human feces to simulate the presence of organic matter. Then the time for subculture is fixed at 30 minutes. ഇവിടെ subculturing time 30 minutes വെച്ചിട്ടാണ്. And the organism used to test the efficacy is Salmonella typhi and Staphylococcus as well as Staphylococcus aureus. ഇത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. The phenol coefficient is lower than that given by Radial Walker method. ഇതാണ് അതിന്റെ വോളിയം മീഡിയം. റിഡിയൽ വാക്കറിലാണെങ്കിൽ 5 ml ആണ്, ചിക്ക് മാർട്ടിന് 10 ml. ഡൈലുവൻ ഫോർ ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻ ഇവിടെ യൂസ് ചെയ്ത ഡിസ്റ്റിൽ വാട്ടർ ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ വാട്ടർ വിത്ത് ഈസ്റ്റ് സസ്പെൻഷൻ ഓർ ഫീസസ്. റിയാക്ഷൻ ടെമ്പറേച്ചർ 7.5, ഹിയർ 30 degree Celsius in chick martin. Organism only Salmonella typhi in Radial Walker. Chick martinലാണെങ്കിൽ both Salmonella typhi and Staph aureus. Sampling time here is 2.5, 5, 7.5, 10, and in the case of chick martin it is 30 minutes. Then calculation of coefficient, that is dilution test killing in 7.5 minutes divided by the same for phenol. Chick martin ആണെങ്കിൽ mean concentration of phenol which is showing no growth after 30 minutes divided by same for the test. 30 minutes കഴിഞ്ഞിട്ട് ഏതാണോ no growth കാണിക്കുന്നത് that divided by the same for the test. So the phenol coefficient test which is recommended by AOAC included 2 test organism. അപ്പോൾ AOAC അമേരിക്കൻ നേരത്തെ പറഞ്ഞല്ലോ, AOAC they recommending Staph aureus and Pseudomonas aeruginosa and included the അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്ത ഫിനോൾ കോഎഫിഷ്യന്റ് ടെസ്റ്റിൽ 2 ടെസ്റ്റ് ഓർഗാനിസംസ് അവർ യൂസ് ചെയ്യുന്നത് സ്റ്റാഫൈലോകോക്കസ് ഓറിയസും സ്യൂഡോമോണാസ് എറിജിനോസയാണ്. അതേപോലെ തന്നെ ഡിസിൻഫെക്റ്റൻ ഇനാക്ടിവേറ്റേഴ്സും അവർ ആഡ് ചെയ്യുന്നുണ്ട് ഇൻ ദ റിക്കവറി മീഡിയം. ആൻഡ് ഓൾസോ ദ റിക്കവറി മീഡിയം ലെത്തീൻ ബ്രോത്ത്, they are using ലെത്തീൻ broth containing inactivator, that is disinfectant inactivator lecithin and polysorbate 8. ഇത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന മീഡിയം ആണ് കേട്ടോ. ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് the bacterial suspension are added to standard dilution of pure phenol and several dilutions of test disinfectant. After the contact time of 5, 10 and 15 minutes, samples are transferred to recovery medium by a standard wire loop. ഇത് അവരുടെ ടെസ്റ്റ് ആണ് കേട്ടോ. The test which are recommended by AOAC. When the positive and negative cultures have been recorded, the result of the test is expressed as phenol coefficient. It is calculated by dividing highest dilution of disinfectant that kills the test inoculum within 10 minutes but not in 5 minutes by the dilution of the phenol that gives the same result. ഇനി അടുത്തത് വരുന്ന മെത്തേഡാണ് disinfectant kill time test. This test was designed to demonstrate log reduction values over the time for a disinfectant against selected bacteria, fungi or mold. Most commonly used ചെയ്യുന്ന organisms tested are Bacillus subtilis, Bacillus atrophius, Bacillus thuringiensis, Staphylococcus aureus, Salmonella cholera suis, Pseudomonas aeruginosa, Aspergillus niger fungi, Trichophyton mendagrophytes. ഈ ഓർഗാനിസം വെച്ചിട്ടാണ് ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ a tube of disinfectant, it is placed into a water bath at a temperature controlled and allowed to equilibrate. Once the tube has reached the temperature, ഒരു particular temperature എത്തിക്കഴിഞ്ഞാൽ it is inoculated with any of this test organism to achieve a concentration of approximately 1.106 colony forming units per ml. At selected time points, generally 5 points are used including 0, aliquots are removed and placed into a neutralizer blank. അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവൽ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അലിക്കോട്ട്സ് റിമൂവ് ചെയ്തിട്ട് ഒരു ന്യൂട്രലൈസർ ബ്ലാങ്കിൽക്ക് ആഡ് ചെയ്യും. അതായത് ആ ഡിസിൻഫെക്റ്റന്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ന്യൂട്രലൈസ് ചെയ്ത ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട്
ആ ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് then the dilutions of this neutralizer are made and it is selected and it is diluted into ഈ ഡയലൂഷൻ നമ്മൾ വേറൊരു അഗാർ മീഡിയൽക്ക് പ്ലേറ്റ് ചെയ്യും. then we are incubating. പിന്നെ അതിനുശേഷം കോളനീസ് ആർ enumerated. ആ കോളനീസ് കൗണ്ട് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് ലോഗ് റിഡക്ഷൻ വാല്യൂ ആർ കാൽക്കുലേറ്റഡ്. ഇതാണ് ഡിസിൻഫെക്റ്റന്റ് കിൽ ടൈം ടെസ്റ്റ്. അപ്പോൾ ഇതും ഈ മെത്തേഡിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.